ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരച്ഛന് സഹിക്കാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് മനസ്സിലാവും മാധവേട്ട. നമ്മുടെ മകള് കാരണം കുറുപ്പിന് ആപത്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്റെ കുഞ്ഞു നിന്ന് ദഹിക്കായിരുന്നു മാധവേട്ട. എന്റെ മോള് ശാപം കിട്ടിയവളൊന്നുമല്ല, എന്റെ വയറ്റിൽ പിറന്ന പുണ്യ അവള്. അവളെ കിട്ടിയ അയാളുടെ മോനെ ഭാഗ്യവൻ. ഇവിടെ നടന്നതെല്ലാം മറന്നേക്ക്. നമ്മളിവിടെ വരാൻ പാടില്ലായിരുന്നു മാധവേട്ട. ചന്ദ്രു, നമ്മൾ വന്നത് അവരെ വിരുന്നിന് വിളിക്കാനല്ലേ? വന്ദനയും കൂട്ടി വരാന്ന് ജഗൻ സമ്മതിക്കുകയും ചെയ്തല്ലോ. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഓ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഇപ്പം നടന്ന ഒന്നും വീട്ടിൽ ആരോടും പറയാൻ നിൽക്കണ്ട. വന്ദന കുറുപ്പിന്റെ വീട്ടിൽ സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്ന് എല്ലാവരും കരുതിക്കോട്ടെ. വാ, കയറും. വന്ദന, സോറി. ആരൊക്കെ അവഗണിച്ചാലും കുത്തുവാക്കുകൾ പറഞ്ഞാലും വന്ദന എന്താണെന്ന് എനിക്കറിയാം. വേണ്ട, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ? വലിയ സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും ആ വാടക വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചതാ ഞാനും എന്റെ ദീമോളും. ആ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തനാ. നിങ്ങളെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. വന്ദനെ, അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കറിയാം വന്ദനെ. വേണ്ട, അച്ഛനെ അമ്മയെ ആക്ഷേപിക്കാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ജഗനോട് പറഞ്ഞിട്ടുള്ളതാ, ആ പാവങ്ങളെ ഇനി ആക്ഷേപിച്ച ഞാൻ പ്രതികരിക്കുന്നു. ഇപ്പൊ കണ്ടതും കേട്ടതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. മാധവൻ നായരുടെ മക്കൾ ആരുടെയും കുടുംബം തകർക്കാനും ആരെയും വളച്ചെടുക്കാനൊന്നും നടന്നിട്ടില്ല. ഈ പറയുന്ന മഹാനായ കുറുപ്പിന്റെ മകനാ ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയത്. എന്നിട്ട് കുറ്റം എന്റെ അച്ഛനും അമ്മയ്ക്കും. അവരുടെ വളർത്തുദോഷം കൊണ്ടാണത്രേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ച് പണം കുറവുണ്ടെന്ന് വെച്ച് അന്തസ്സും അഭിമാനവും ആണത്തവും എന്റെ അച്ഛൻ ആരുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ആ മനുഷ്യനൊന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതെന്നെ ഓർത്ത് മാത്രം. സ്വന്തം മോളെ ഈ ഗതിയിലാക്കിയ ജഗനെ എന്റെ അച്ഛനൊന്നും മനസ്സുരുക്കി ശപിച്ചാലുണ്ടല്ലോ, ശേഷിച്ച കാലം കിടക്കയിൽ കിടന്ന് ജീവച്ചവം പോലെ നറുകിക്കേണ്ടി വരും. എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിച്ചത് തെറ്റ് തന്നെയാ. അതിനെ ആ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് വന്ദനയുടെ അച്ഛന്റെ മാന്യത കൊണ്ട് തന്നെയാ. പിന്നെ നിന്റെ അച്ഛന്റെ ശാപം കിട്ടിയ ഞാൻ ശേഷിച്ച കാലം ജീവശവം പോലെ കട്ടിലേക്ക് കിടന്ന് നരയിക്കുമെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? അതിനു വേണ്ടിയുള്ള പാപമൊന്നും ജഗൻ ചെയ്തിട്ടില്ല. ഒളിച്ചടങ്കിലും ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് വിളിച്ചു പറഞ്ഞ് അവളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് മാത്രം വന്ദന ചിന്തിച്ചാൽ മതി. നാടറിയേ, നാട്ടുകാരറിയേ, നീ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ മുമ്പിൽ വെച്ച് വിളംബരം ചെയ്ത് താലി കെട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നില്ല. ചെയ്തുപോയ തെറ്റിന് പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കുന്നതൊക്കെ വന്ദനയുടെ ഇഷ്ടം. ജഗനൊരു നിഴലായിട്ട് നിന്റെ ഒപ്പം എന്നും കാണും. അത് മിക്കവാറും ഐസ്ക്രീം ആയിരിക്കും. ഏയ്,
മുത്തശ്ശിക്ക് തോന്നുന്നതേ അത് ഐസ്ക്രീം ആയിരിക്കത്തില്ല. പിന്നെ അതെന്തായിരിക്കും വന്ദനാം എനിക്ക് കൊടുത്തയച്ചത്? ലഡു, ജിലേബി, ബട്ടർ പാൻ, ബട്ടർ ഇല്ലാത്ത പാൻ. അച്ഛച്ച, അച്ഛമ്മേ, വന്ദനാമനിക്ക് എന്താ കൊടുത്തയച്ചത്? ഐസ്ക്രീം അല്ലേ? അത് ഒട്ടേ വച്ചേക്കല്ലേ? അയ്യോ മോളെ, മറന്നു. മോക്ക് വന്ദനാമ്മ ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നായിരുന്നു. അതെടുക്കാൻ ഞാനും മറന്നു, മാധവേട്ടനും മറന്നു. സാരല്ല, അച്ഛൻ ഇപ്പൊ പോയി മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരും. പോരെ? ഐസ്ക്രീം പിന്നെ വാങ്ങിച്ചാ മതി. അച്ഛച്ച, വന്ദനാം എന്നെ തിരക്കിയോ? പിന്നെ പോയപ്പം മുതൽ വരുന്നത് വരെ മോളുടെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, മോളോട് സ്കൂൾ അവധിയാണെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതെ എന്നും എടുത്തു വെച്ച് പഠിക്കണേന്നും പറഞ്ഞു. വന്ദനാം എന്തിനാ അച്ഛമ്മ എന്നെ വിട്ടിട്ട് പോയത്? ദിയമ്മക്ക് ഇവിടെ ആരും ഇല്ലാന്ന് വന്ദനാമ്മയ്ക്ക് അറിയില്ലേ? ആര് പറഞ്ഞേ ദിയമോൾക്ക് ആരുമില്ലെന്ന്? ദിയമോൾക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ഞങ്ങൾ എല്ലാരും ഇല്ലേ? അച്ഛച്ചനുണ്ട്, അച്ഛമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, പ്രകാശനങ്ങളുണ്ട്, വിനുവങ്ങളും ഉണ്ട്. അപ്പോ ആരുമില്ലാന്ന് പറഞ്ഞാ ഞങ്ങൾക്കൊക്കെ വിഷമാവില്ലേ മോളെ? മക്കളെ, വന്ദനമോൾക്ക് അവിടെ സുഖാണോടാ? വിരുന്നിന് ആരൊക്കെ വരുമെന്നാ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ് നടത്തുന്ന വിരുന്നിന് സംബന്ധക്കാര് നിർബന്ധമായിട്ടും വരണം. വന്ദന സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. ആണോ? വിരുന്നിന് ആരൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോ എല്ലാരും വരാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരല്ലേ, എല്ലാവർക്കും വരാൻ സാധിച്ചു വരില്ല. വന്ദനയ്ക്ക് അവിടെ സുഖമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാനേ കുറച്ച് പ്രയാസമുണ്ട്. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാതെ പ്രകാശേട്ടൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? കഷ്ടം. അങ്ങനെ നല്ലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമോളെ. ഞാൻ ചിന്തിക്കുന്നതിലല്ല നെഗറ്റീവ്, നിങ്ങളുടെയൊക്കെ പ്രവൃത്തിയിലാണ് നെഗറ്റീവ്. അല്ലെങ്കിൽ ചെകുത്താന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു കാര്യവും ഇല്ല മോളെ. ആടി അമ്മേ, അമ്മേന്ന് വന്നേ. വാ. അമ്മ ഹരിതയോട് സംസാരിച്ചോ? ഹരിത ഇങ്ങോട്ട് വരുന്ന കാര്യം വല്ലതും പറഞ്ഞോ? അമ്മയ്ക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. എന്താ അമ്മ, എന്തു പറ്റി? അതൊക്കെ പറയാം. ഞാൻ അച്ഛന് ചായ ഇട്ട് കൊടുത്തിട്ട് വരാം. ഈ വിവാഹമോ ഈ നിൽക്കുന്ന വന്ദനയോ കുറിപ്പ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല, ഞാൻ വരില്ല. ആ നരകത്തിലേക്ക് ഇനി ഞാനില്ല. ദയവ് ചെയ്തനെ നിർബന്ധിക്കരുത്.
ഐ എം സോറി. സോറി വർഷ. ഏട്ടാ എന്താ ഇങ്ങനൊക്കെ? സോറി വർഷ. സോറി മോളെ. സോറി. റിയലി സോറി. സാരമില്ലാതൊന്നും. എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറ. ഏട്ടാ ഏട്ടാ വിഷമിക്കല്ലേ, സാരമില്ല, കരയില്ല ഏട്ടാ. വന്ദനെ, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ? വന്ദനമ്മേ, എന്തു പറ്റി മോളെ? എന്തിനാ മോളെ പേടിച്ച് നിലവിളിച്ചേ? മോളെ എന്തു പറ്റി? എന്തു പറ്റി മോളെ? എന്തിനാ പേടിച്ചേ? കുടിക്ക. കുടിച്ചോ. മോള് സ്വപ്നത്തിൽ എന്തോ കൊണ്ട് പേടിച്ചതാ. മോൾ എന്താ സ്വപ്നത്തെ കണ്ട് പേടിച്ചത്? അച്ചാച്ചനോട് പറ. എനിക്ക് വന്ദനമ്മയെ കാണണം. വന്ദനമ്മ ആ മുത്തശ്ശൻ കൊല്ലു അച്ഛമ്മേ. എനിക്ക് എന്റെ വന്ദനമ്മയെ കാണണം. കാണാം. അതൊക്കെ മോള് സ്വപ്നം കണ്ടതല്ലേ. മോള് കരയണ്ട. നാളെ നേരം വിളിക്കുമ്പോ അച്ചാച്ചൻ വന്ദനമ്മയെ ഫോൺ വിളിച്ചു തരാം. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വന്ദനമ്മയെ കാണണം. മോളെ അതിപ്പോ ദീമോള് നല്ല മോളല്ലേ, ഇങ്ങനെ വാശി പിടിക്കാവോ? പറ്റില്ല, എനിക്ക് ഇപ്പൊ ഈ നിമിഷം വന്ദനമ്മയെ കാണണം. ദീമോൾക്ക് അച്ചമ്മയൊരു കഥ പറഞ്ഞു തരാം. സ്വയം പറക്കുന്ന ഒരു കുടയുടെ കഥ. നല്ല കഥയാണ്. എനിക്ക് കഥയൊന്നും കേൾക്കണ്ട, എനിക്കിപ്പോ എന്റെ വന്ദനമ്മയെ കാണണം. അല്ലെങ്കിൽ എന്റെ വന്ദനമ്മയെ അവര് കൊല്ലും. എനിക്ക് വന്ദനമ്മയെ കാണണം. മാധവേട്ട, ഇങ്ങനെ കരഞ്ഞാല് മോൾക്ക് പനി വരും. വന്ദനെ ഒന്ന് ഫോണിൽ വിളിച്ചു കൊടുക്കൂ. ഈ നേരത്തെ എങ്ങനെയാ വിളിക്കുന്നേ? വേറെ മാർഗമില്ലല്ലോ മാധവേട്ട. അറിയാതെ മോളെ, വന്ദനാമ്മ ഇപ്പൊ വിളിച്ചു തരാം കേട്ടോ. മോളെ കരയാതെ. വന്ദന ഫോൺ എടുക്കുന്നില്ല. എങ്കിലൊന്ന് ജഗനെ വിളിക്കേ. കരയാതെ മോളെ, നല്ല കുട്ടിയല്ലേ.
ജഗ, ഇത് ഞാനാ. ആ പറയച്ചാ. മോൻ ഉറങ്ങിയില്ലേ? ആ ഉറങ്ങാൻ പോവായിരുന്നു. എന്താച്ചാ ഈ അസമയത്ത്? അത് മോനൊന്ന് വന്ദനയ്ക്ക് ഫോൺ കൊടുക്കോ? ആ പിന്നെന്താ വെച്ചാ കൊടുക്കാലോ. ആ ആ വന്ദനേ, വന്ദനേ. എന്താ അച്ഛനാ. ഇതെന്താ രാത്രിയില്? ഹലോ. ആ മോളെ, മോള് ഉറക്കമായോ? ഇല്ലച്ചാ, പറയേ. ഒന്നുമില്ല മോളെ. ദിയമോള് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാ. അല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഫോൺ ഇങ്ങ് താ അച്ഛച്ച, ഞാൻ സംസാരിക്കാം. മോളുടെ കൊടുക്കാം. വന്ദനമ്മേ, വന്ദനമ്മേ, എനിക്ക് ഇപ്പൊ കാണണം. മോളെ, ഇപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് അങ്ങോട്ട് വരും. അയ്യോ അതൊന്നും വേണ്ട മോളെ. വന്ദനാമ്മ ഇപ്പൊ വരാം. മോള് കരയണ്ട. ദേ വന്ദനാമ്മ ഇപ്പൊ തന്നെ എത്താം. വന്ദനമ്മേ, മോള് കാത്തിരിക്കും. തീർച്ചയായിട്ടും വരണം. വരാം. മോളിക്ക് തന്നെ. ആ മോളെ, നീ ഇപ്പൊ വരാനൊന്നും നിൽക്കണ്ട. ഞാൻ നിന്നെ വിളിച്ച് കാര്യം പറഞ്ഞേ ഉള്ളൂ. മോള് കിടന്ന് ഉറങ്ങിക്കോ. ഇല്ല, ഇനി എനിക്ക് ദൈവങ്ങളെ കാണാതെ ഉറക്കം വരില്ല. അവളെ കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടും. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാച്ചാ. ദൈവക്ക് എന്നെ കാണുന്നു പറഞ്ഞ് ബഹളം വെക്കാം. എനിക്ക് പോണം. ഈ രാത്രിയിലോ? ഏതായാലും എനിക്ക് ദൈവമോളെ കണ്ടേ പറ്റൂ.